മഴവിൽ അർമാദം. ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. ഇയോടെ എല്ലാം ഞാൻ പറഞ്ഞല്ലേ? ഓക്കെ വന്നിട്ട് പറയാം. ബോസേ ഇജ്ജു നടങ്ങ്, ഓള് വരും. ഇജ്ജ് എന്തിനാണ് കിടന്ന് പഠിക്കണത്? അത് ഇജ്ജ് നല്ല ആലോചിക്കണം. എൻ്റെ പെരയിലെ കാര്യം കണക്ക് അറിയാലോ. എൻ്റെ ഉപ്പ ഇക്കാക്ക അവര് വെറുതെ ഇരിക്കൂല. അനക്കൊല്ലി പോയിക്കങ്ങായി. അതല്ല ബോസേ, ഇതെൻ്റെ ഉമ്മാനോട് പറഞ്ഞിരിക്കണം. ഉമ്മാനോട് പറഞ്ഞു. മുറി തുറന്ന വണ്ടിയുടെ ചാവി എടുത്തെന്ന് ഉമ്മ. ഉമ്മ എന്ത് ചെയ്യാനാണ്ട, എല്ലാം തീരുമാനിക്കണം ഉപ്പയും ഒക്കെ അല്ലേ. എന്നത്തെ പോലെ ഒരുപാട് കാര്യം തൻ്റെ കിസ്മത്ത് പോലെ വരും എന്ന് പറഞ്ഞു. ഇത് വണ്ടി കയറി കാര്യങ്ങൾ പറയാം. പറഞ്ഞാലേ വണ്ടി കയറും. വാ വേഗം കയറി നിങ്ങൾ. ശരി വണ്ടി എടുക്കും. അമ്പലക്കുളം വയ്യാട്ടാ പോകുന്നത്. കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. ഇക്കൻ പാപ്പൻ 3 ദിവസമായിട്ട് മുറി പൂട്ടിട്ടിരിക്കണേ. 21 വയസ്സായി. ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ കാര്യം അറിയാനൊക്കെ ഏട്ടനറിഞ്ഞ ആകെ പ്രശ്നമാവും. എൻ്റെ വീട്ടിലില്ല പ്രശ്നങ്ങൾ. ഷൈനുവിൻ്റെ പരിചയത്തിലൊരു പോലീസുണ്ട്. എടാ മധു സാറിനല്ലേ പേര്? മധു സാർ. ഈ മധു സാറ് അവിടെ സ്റ്റേഷനിലെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരും. ബാക്കി പിന്നെ മൂപ്പര് റെഡിയായിക്കോളും. പിന്നെ നമ്മുടെ വീട്ടുകാർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? ഞാൻ എൻ്റെ അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല. ഈ അമ്മച്ചോട് പറഞ്ഞോ? നമ്മൾ ഒളിച്ചോടിപ്പോയി രജിസ്റ്റർ ഒന്നുമല്ലേ ചെയ്യുന്നത്? ആണോ? ഈ നല്ലോണം ആലോചിച്ചെടുത്ത തീരുമാനമാണോ? ഷൈനു വണ്ടി നിർത്തിക്കാണ്. എന്ത് ഇറങ്ങിക്കോ. ഇജ്ജ് ഇറങ്ങിക്കോളാൻ. അനക്കെന്നെ വിശ്വാസമില്ലല്ലോ അല്ലേ? നിങ്ങൾ എന്ത് കളിയാണ് ഈ കളിക്കുന്നത്? ഇക്ക് സ്കൂൾ കുട്ടികൾക്കുണ്ട്. എന്തെങ്കിലും ആവശ്യം പിടിച്ചോ. മധു സാറുണ്ടോ? മധു സാറ് ലീവാണല്ലോ. ലീവാ? ലീവാ? ഹലോ എടാ മധു സാർ ലീവാണല്ലോ. ശരി വാ എസ്ഐനെ കാണാം. എങ്ങട്ടാ? എസ്ഐനെ കാണാൻ. ബാക്കിയുള്ള സിനിമ വന്നിരിക്കാണല്ലോ. അവിടെ പോയിരിക്കും. അവിടെ പോയിരിക്കാൻ. നമസ്കാരം, പനേൽ പോലീസ് സ്റ്റേഷൻ. സാറേ അത് ചെയ്യാം സാർ. ട്രാഫിക് ആളെ വിട്ടിട്ടുണ്ട്. ഓക്കെ സാർ, ശരി. സാർ ഇന്നലെ 5 കേസ് റിപ്പോർട്ടായിട്ടുണ്ട്. 2 സുഖോട്ടോ കേസാണ്. 1 മദ്യപിച്ച് വായ കുറച്ച് കേസാണ്. ഒരു അടിപിടി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സാർ ഇന്ന് പൊന്നാനി MS കോളേജിൽ SFയുടെ വിദ്യാർത്ഥി സാർ. അതിന് സാർ സ്ട്രെങ്ത് ആയിട്ടുണ്ട് സാർ. സാറ് പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ സാറ് പ്രതിപക്ഷത്തിൻ്റെ ഒരു ധർണയുള്ള കാരണം ARന് സ്ട്രെങ്ത് വിളിച്ചിട്ടുണ്ട് സാർ. അത് എത്തിയിട്ടുണ്ട് സാർ. അത് സംഭവ സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട് സാർ. സാർ പറഞ്ഞ നിർദ്ദേശം ക്ലിയർ ആണ്. മറ്റു വിശേഷങ്ങളൊന്നും സാർ. ഗുഡ് മോർണിംഗ് സാർ. 33 ടൈഗർ കോളിംഗ് ഓവർ. എത്ര നേരമായി? ഞാനൊന്ന് നോക്കിയിട്ട് വരാം. സാർ മെസ്സേജ് വ്യക്തമായിട്ടില്ല. ഒന്നും കൂടി പറയാം, ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. AR ക്യാമ്പിൽ നിന്നും ഞാൻ ഇന്നലെ വിളിക്കാൻ പറഞ്ഞല്ലേ? ഒരു മിനിറ്റ്. സമയം എന്തായി? സമയം അറിഞ്ഞിട്ട് സർക്കാർ ജോലിക്ക് പോകാനൊന്നുമല്ലോ. അടുത്തത് പറയേ. വേണ്ട ഇനിയിപ്പോൾ നാളെ വന്നാൽ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കണ്ടേ? ശരി. സാറേ അച്ഛൻ തന്നെ രാത്രി വിളിച്ചാലടാ.
ഇപ്പോഴാണോ വരുന്നത്? അതിന് അവനങ്ങ് ഭയങ്കര ബിസി. നിങ്ങൾ ഉണ്ടാക്കുന്ന വണ്ടിയും വില ഒഴിവാക്കലാണ് എന്റെ പണി. പോലീസ് സ്റ്റേഷൻ. അതിന് ഞാൻ പെണ്ണ് പിടിച്ചിട്ടല്ലോ, കള്ളു പിടിച്ചിട്ടല്ലോ ഇവിടെ. എന്താടോ ഇപ്പൊ എത്തും. സാറേ അപ്പാർക്ക് ജാമ്യം എടുക്കാൻ വന്നത്. അധികം ചെല്ല് ചെല്ല്. ഇത് എന്നെ മാത്രം ജാമ്യത്തിൽ ഇറക്കിയാൽ പോലെ എൻ്റെ കൂടെ വേറെ 2 പേരുടെ ഉണ്ട്, അവരെ കൂടെ ജാമ്യത്തിൽ. പിന്നെ അതിന് അവരുടെ വീട്ടിൽ നിന്ന് വേറെ ആള് വരും, എനിക്ക് വേറെ പണിയുണ്ട്. ആ എന്നാ പിന്നെ നീ നിന്റെ പണി നോക്ക്. അല്ല പിന്നെ ഡോ അപ്പോരാ ഇങ്ങോട്ട് വന്നേ. ആ ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ നായന്മാരല്ലേ, തനിക്ക് എന്നെ പോലെ വീട്ടിലിരുന്ന് കുടിച്ചുകൂടാ? അതിന് എനിക്ക് വീട് വേണ്ടേ? എല്ലാം എവൻ്റെ പേർക്കും എഴുതി കൊടുത്തില്ല. വിളിച്ചോണ്ട് പോടോ. അല്ല സാറേ, ഒപ്പ് കോപ്പ് വിളിച്ചോണ്ട് പോടോ. ഇനി വഴിക്ക് കണ്ടുപോരുത്. ഓ ആ വാ. അതെ എവൻ്റെ മെടുക്കൊണ്ടൊന്നും അല്ല, നായരായതുകൊണ്ടാ. വാ ഫോട്ടോ സാർ. വന്ന് വണ്ടി കയറി. നീ പോ അവിടുന്ന്, എവനെ കൊണ്ടുപോയിക്കും. അവൻ്റെ സ്നേഹം. നീ ചൊരിച്ചല് നീക്കണമെങ്കിൽ 2 അടിച്ചാലേ പറ്റൂ. എൻ്റെ പിന്നെ ഞങ്ങളില്ല. കേട്ടോ. വെള്ളം വല്ലതും കുടിക്കണോ? വേണ്ട. ബോഡോ ഹേ बोर्नो है आसाम आसाम सुमंगल नो बोडो मु कागज आहे खुंदा मारे देश जंक्शन എന്താ എന്താ വാട്ട് हे टू जंक्शन मोर साइड में आयसु ही आगत आहे मु खुंदा मारे देश মই হরন বজাইছো ഈ അമുക്ക് മാറി ദിശ ആകത്തായി. എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ ഉണ്ടായതെന്താ വെച്ചാൽ ഇവൻ ആ ജംഗ്ഷനിൽ വരുന്ന സമയത്ത് 2 പയ്യന്മാര് ബൈക്കിൽ വരായിരുന്നു. ആ ജംഗ്ഷൻ വെച്ച് ഇവന്റെ ബൈക്ക് അവർ കയറിടിക്കുകയായിരുന്നു. ഇവൻ അങ്ങോട്ട് নহয় মই নহয় হি মোক আগত আহি মাৰিছে মোৰ সাইডত মই গৈছো হি মই হৰণ বজাইছো হি আগত আহি মোক মাৰি দিছে. ഒരു കാര്യം ചെയ്യ്, ഇവനെ പുറത്തോണ്ട് ഇരുത്ത്. Go outside. സാർ মই খুন্দা মাৰা নাই হি মোক আগত আহি মাৰিছে. പുറത്തോണ്ട് ഇരി. Go, go, go. Go. মই মাৰা নাই খুন্দা. അവിടെ ഇരിക്കടാ, അവിടെ ഇരിക്കടാ. ഞാനും ജുബൈദും കൂടെ വണ്ടി ഓടിച്ചു കേട്ടിനെ വിളിച്ചിട്ടുണ്ട്. ഷഫീഖേ, എന്താ കാര്യം? ജുബൈദയുടെ ജുബൈദ് ഒന്ന് പറഞ്ഞു. ജുബൈദ് അവിടെ ഉണ്ട്. ഞാനും ജുബൈദും കൂടെ വണ്ടി ഓടിച്ചു പോയി. എസ് ഐ വന്നിട്ടില്ലടോ, ഞാൻ വിളിക്കാം. അത് 13ാമത്തെ മാറ്റി വെച്ചിട്ടുണ്ട് അത്. ഉണ്ട്. ഓ ഞാൻ ആളെ വിടാം. സാറേ എസ് ഐ സാർ എപ്പോഴാ വരുമോ? എസ് ഐ സാറ് വരാറുണ്ട്. അവിടെ ഇരിക്കും. നായർ സാർ, കേട്ടിട്ടുണ്ടോന്ന്? എന്താ ഈ പ്രശ്നം? അതെ 2 ചെക്കന്മാർ ഇപ്പൊ വേണ്ടപ്പെട്ട കുട്ടികളാ. ഒരിങ്ങനെ ബൈക്കിന് വരുമ്പോ ഒരു ബംഗാളി ഇങ്ങോട്ട് വരികയാണ്. ശരിക്കും സാറിനോട് പറഞ്ഞു കൊടുക്കുക. എന്തുണ്ട്? അതെ സാർ, ഞങ്ങൾ രണ്ടാം കുറ്റം এই দুজন আছে মুলো বাইক খুন্দা মারিছে মই মারা নাই খুন্দা. അവിടെ ചെന്നിരിക്കടാ. പറയും സാറേ, ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നു സാർ. ഞങ്ങൾ സാധനം മേടിക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കിയതാണ്. എവിടെ വെച്ചിട്ടത്? ചെമ്മലോട്ട ജംഗ്ഷനിൽ വെച്ചിട്ട്. স্যার স্যার মই মারা নাই আগত ইহতে খুন্দা মারিছে মোক মই মারা নাই খুন্দা. ഉണ്ടാക്കി വെച്ചാൽ കസേരമുണ്ട്. സാർ, എന്താടോ? ജോയിൻ ചെയ്യാവുന്ന സാർ, ജോയിൻ ചെയ്യാവുന്ന സാർ. തനിക്കൊന്നും വേറെ പണിയൊന്നും കിട്ടിയില്ലടോ. ഈ കസേര എന്നാക്കുന്ന കാര്യം എന്തായി? സാർ അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ പോലീസാണോ? അതെ സാർ. എങ്കിൽ പോയി അയാളെ പൊക്കിയെടുത്തിട്ട് പാടോ. ശരി സാർ. തൻ്റെ നാട് എവിടെയാണെന്നാ പറഞ്ഞത്? നിലമ്പൂരാണ് സാർ. നിലമ്പൂരുള്ള വെടിയുറച്ചൊക്കെ കിട്ടുമല്ലോ. കിട്ടും സാർ. താൻ വേറെ ലിസ്റ്റിലൊന്നുമില്ലേ? ഇല്ല സാർ. ഇപ്പം ഏറ്റവും പെട്ടെന്ന് കിട്ടാവുന്ന സർക്കാർ ഉദ്യോഗം പോലീസാണല്ലേ? ഞാൻ അങ്ങനെയൊന്നുമില്ല സാർ. ഡോനല്ലേ ഇരിക്കി. താനൊക്കെ കൂടിയാ മോഹനെ പൂട്ടാൻ തീരുമാനിച്ചല്ലേ? അതല്ല സാർ, ഇവിടെ വിട്ടുകളാ, ഒരാളുടെ ജോലിക്കാരിയല്ലേ? ഇത് അസോസിയേഷൻ്റെ തീരുമാനമാണ്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ സാർ. സ്പെഷ്യൽ ബ്രാഞ്ചിനെ അറിയിച്ചത് ഉണ്ടാക്കാൻ ശ്രമിച്ച ആരാന്നൊക്കെ എനിക്കറിയാം കേട്ടോ. പോലീസിൽ ക്രിമിനൽസിനെ വെച്ചുറപ്പിക്കേണ്ടെന്നാണ് അസോസിയേഷൻ്റെ തീരുമാനം. അത് ഞങ്ങൾ നടപ്പാക്കുകയും ചെയ്യും. സാറിന് പറ്റില്ലേ പറഞ്ഞോളൂ, ഞങ്ങൾ പോയിക്കോളാം. എന്നാ നീയൊക്കെ എന്താന്ന് വെച്ചാ ചെയ്. ശരി. സാർ
നായരെ സാർ തന മോഹനോടോ ചെറുക്കനില്ലേ ഷിയാബ ആ അവനോടും വരാൻ പറ. മോഹനത് നൈറ്റ് ഡ്യൂട്ടിയാ സാർ. അതൊന്നും കുഴപ്പമില്ല, ഇപ്പൊ തന്നെ വരാൻ പറ. ആ എന്തായി? ഉപ്പിട്ടിട്ടില്ല സർ. നായരെ സാർ. ശരിയാക്കി കൊടുക്കും. വരൂ. മോനെ അന്ന് എനിക്ക് നല്ല കണ്ടുപരിചയം ഉണ്ടല്ലോ. അന്റെ പേര് എവിടെയാ? പേരെവിടെ? ടൗണിൽ തന്നെ. ടൗണില് ജുമായത്ത് പള്ളിന്റെ അടുത്താ? നമ്മളെ പ്ലാസ കലയിൽ ജഡ്ജനല്ലേ? എന്താ അവിടെ? അല്ല, ഇതിപ്പോ കോളേജിന്റെ ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി വന്നാ. അല്ല, നമ്മൾ ഇടപെടണം. ഇല്ല, ഇതിപ്പോ പ്രിൻസിപ്പളിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്ത്. ശരിയാ? ശരിയാ. അസോസിയേഷൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ അസോസിയേഷൻ യൂണിയൻ എന്നൊക്കെ പറഞ്ഞൊക്കെ ശരിയൊക്കെ തന്നെ, പക്ഷെ അത് വെച്ചിട്ട് അത് ശരി. നിങ്ങൾ ഇവിടെ അങ്ങനെ തൊള്ളപ്പെട്ട് അടിച്ച് കുത്തിരുന്നോളൂ. എനിക്ക് വേറെ പണിയുണ്ട്. നിങ്ങൾ പറ്റൂലേ പറയ്, ഞാൻ എസ്ഐനോട് അറിഞ്ഞോളാം. ഓ, തിരക്കിൻ്റെ ഇടയിൽ കേട്ടൊരു കാര്യം കണ്ട് വിട്ടു. ഇഞ്ചക്ഷനോ? അതെ. എന്താ ഇഞ്ചക്ഷൻ? അല്ല, അത് ഈ കോടതിയിൽ നിന്ന്. എസ് ഐ സാർ. ആ കേട്ടി പോയില്ല താനിതുവരെ? ഇല്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. വാ, നിങ്ങൾ തൽക്കാലം മതിൽ വിളിച്ചു കൊടുക്കും, ബാക്കി കാര്യം നമ്മൾ അപ്പം നോക്കാം. ചെല്ല് ചെല്ല് ചെല്ല്. ആ ശരി, കേട്ടിരിക്കും. രാവിലെ വിശാല് പിടിച്ചുകൊണ്ട് വന്ന ബംഗാളി ഓന്റെ ബൈക്ക് ഇടിച്ചിട്ട് നമ്മളെ ചെക്കന്മാരെ ആണോ? സാറ് പെട്ടെന്ന് തീർത്ത് വിശാല കേട്ടിയുടെ കാര്യം എന്താ? അവന് ആസാമിയാണ് സാർ. അവൻ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ പറയുന്നത് അവന് മനസ്സിലാവില്ല. തനിക്ക് ഹിന്ദി അറിഞ്ഞൂടെ? കേരള പോലീസിന് ഹിന്ദി അറിയില്ലല്ലോ സാർ. അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. സാറേ കണ്ടോ? ഇതരാ കണ്ടോ? ഇങ്ങോട്ട് അങ്ങനെയൊക്കെ. नाम क्या है तुम? सुमंगल. हाँ सुमंगल. नाम बोल. सुमंगल. क्या काम करते हो? बेकरी. क्या? सीमेंट. क्या? सीमेंट का काम करता हूँ. बेकरी में या मिस्त्री? सीमेंट का काम करता हूँ. क्या? कहाँ से हो? असम का. हाँ? असम. असम से? आतंकवादी है तू? नहीं, असम का. അല്ലാ, തീവ്രവാദി. ചോദിച്ചോട്ടെ? സാർ ചോദിക്കട്ടെ. लाइसेंस दिखाओ. लाइसेंस. लाइसेंस दो. दे रहा हूँ. नहीं है मेरे पास लाइसेंस. लाइसेंस नहीं है? फिर क्यों गाड़ी चलाया तू? चूतिया बना रहा है? चूतिया लगता हूँ मैं? बोल. आईडी कार्ड दे. आईडी कार्ड नहीं है. आईडी कार्ड नहीं है? फिर किससे पूछकर गाड़ी चला? किसने दिया गाड़ी? मालिक ने दिया. मालिक का नंबर दो. देता हूँ. दे रहा हूँ. ഇപ്പൊ മനസ്സിലായ കേരള പോലീസിന് ഹിന്ദി അറിയാന്ന്? നമ്പർ വാങ്ങണോ? നമ്പർ സാർ ഒരു സംഭവം. 9746 9746 412 412 223 223 3. ഇതിലും വലിയ എന്തൊക്കെ വൃത്തികളിൽ ഈ സ്റ്റേഷൻ ഉണ്ടായിട്ടുണ്ട്. എന്ത് ഫാൻ കറങ്ങാത്ത? അതല്ല, ഞങ്ങളുടെ കയ്യിലും അസോസിയേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ആരെയും വ്യക്തിപരമായി ഹറാസ് ചെയ്തിട്ടില്ല. എന്ത് വ്യക്തിപരം? ആ പയ്യനെ വെച്ച് സ്റ്റേഷൻ വളപ്പിലെ വണ്ടിയുടെ എഞ്ചിൻ അയച്ചെടുക്കല്ലേ അവന്റെ പണി. കുറെ കാലായില്ലേ തുടങ്ങിയിട്ട്. ആ ചെക്കനൊരു അയ്യോഭാവായതുകൊണ്ടല്ലേ ഇനി എത്ര കേസുകൾ തെളിയാൻ കിടക്കുന്നു. അല്ല പിന്നെ നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെളിയിച്ച് നടന്നോ? ഡിപ്പാർട്ട്മെന്റ് അതിന്റെ നാണക്കേട്. സാറേ, ആ ഇനി കയറിക്കോട്ടെ. താനവിടെ പോയിരിക്കടോ. സാർ എത്ര നേരെ സാറേ ഞങ്ങൾ വന്നിട്ട്? ഞങ്ങൾക്ക് ശേഷം വന്നവർ പോയി കണ്ടല്ലോ. സമയമുണ്ട്, വിളിക്കാം. അവിടെ പോയിരിക്കേ. എന്ത് സമയമുണ്ടെന്നാണ് വിളിക്കാന്നല്ലേ പറഞ്ഞത്? എന്താണ് ബഹളം? ആ സാറേ, ആരാണോ അത്? സമയമില്ലാത്ത ഒരാൾ വന്നിട്ടുണ്ട്, വിളിക്കട്ടെ. ആ, അവനകത്തേക്ക് വിട്. ആ സാറേ. സാർ, എന്താടോ? ഒരു പരാതി ഉണ്ട്. അഴിച്ചാടോ? സാർ, സാർ, ദാ. ഓക്കെ, ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങി തിരിച്ചേക്കോ?
എന്താ നിന്റെ പേര്? ഇർഫാൻ. നിന്റെയാ? അനിത. നിനക്ക് എത്ര വയസ്സായി? 21. നിനക്കോ? 28. ആഹാ, 5 വയസ്സിന് മൂപ്പുണ്ടല്ലേ? ഞാൻ തുറന്നു വയ്ക്കുന്നുമുണ്ട്, ഒന്നും വിചാരിക്കരുത്. ഇത് എത്ര നാളത്തെ സെറ്റപ്പാ? അല്ല സാർ, ഇക്കോളെ ഇഷ്ടമാണ്. ഓക്കെ. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ആഹാ. സാർ, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാർ, എൻ്റെ വീട്ടിൽ ഭയങ്കര എതിർപ്പാണ് ഇതിനോട്. അപ്പോൾ എങ്ങനെയല്ലേ സാർ ഞങ്ങളെ സഹായിക്കണം. നിന്റെ ജോലി എന്താ? ജോലിയും കൂലിയൊന്നും ഇല്ലാണ്ട് ഇറങ്ങിയ പെണ്ണിനെ കൊണ്ട്? അല്ല സാർ, എനിക്ക് ഈ ബൈക്കിൻ്റെ മോഷണ? അല്ല സാർ, ഈ കോയമ്പത്തൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നെല്ലാം വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് ഓൾട്രേഷൻ ചെയ്ത് എന്നിട്ട് കൂട്ടുകാരനോട് നടത്തുന്നൊരു ബിസിനസ് ഉണ്ട്. അപ്പം നീയൊക്കെയാണ് ഈ പടപടാന്ന് പൊട്ടുന്ന ബൈക്കിൻ്റെ ആളല്ലേ? നിന്നെ ഞാൻ നോക്കി നടക്കായിരുന്നു. നിനക്കുള്ള പടം ഞാൻ തരാം. നിനക്കെന്തെങ്കിലും ജോലിയുണ്ടോ? റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒപ്പം ബ്ലോക്കിലെ SC പ്രൊമോട്ടറാണ്. നീ SC? അതെ. നീ മുസ്ലിം, മിശ്ര വിവാഹം, സർക്കാരിൽ നിന്ന് തന്നെ സഹായം കിട്ടുമല്ലോ. അതൊരു വരുമാനമാണ് സാർ. എന്താടോ? ആ കസേര ശരിയാക്കാനുള്ള ആൾ വന്നിട്ടുണ്ട്. അവൻ ഇങ്ങോട്ട് വിട്. ശരി സാർ. സാർ, എന്നെ വീട്ടിൽ ആളാഴ്ച വിളിക്കണമല്ലേ? ഒരാഴ്ചയിൽ പരിപാടി തുടങ്ങിയിട്ട്. സാറേ, ഞാൻ നാട്ടിൽ പോയിരുന്നു. കെട്ടിയോളും കുട്ടികളെ കണ്ടിട്ട് കുറേ ദിവസമായി. നാട് വീട് എന്താ പ്രശ്നം? കസേര എന്നാക്കാ. എനിക്ക് ഞാനോ? നന്നാക്കട്ടെ സാർ. ആ, നീ ഇരിക്ക്. നിങ്ങൾ യാത്രകൾ പോകാറുണ്ടോ? ടൂറ്, ട്രിപ്പൊന്നും പോകാറില്ല? യാത്രകളെല്ലാം പോകേണ്ടത്. നമ്മൾ കാണാത്ത കാര്യങ്ങൾ കാണാം, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെയല്ല എൻ്റെ ഒരു സ്റ്റൈല്. SCയിൽ നീ ഏതാ? എനിക്ക് ജാതിയൊന്നുമില്ലേ? അല്ല സർ, ജാതിയൊന്നും നോക്കിയിട്ടല്ല ഇഷ്ടപ്പെട്ടത്. ഓഹോ, അപ്പൊ ജാതിയൊന്നും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഈ പ്രേമം? സാർ, എൻ്റെ വീട്ടിൽ അനിതയുടെ ജാതിനെ സാർ പ്രശ്നം. സാർ ഞങ്ങളെ സഹായിക്കണം. ഇതൊന്നും നടക്കില്ല. ഈ പുതുമോടിയും പരിപാടിയൊക്കെ കഴിയുമ്പോൾ രണ്ടും രണ്ട് വഴിക്കാവും. നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കും. സമയം എടുത്ത് ആലോചിച്ചാൽ മതി. ചെല്ല് സീമ, രണ്ടിനെ കൊണ്ട് അകത്തിരുത്ത്. എടോ പോടോ. ഇതൊന്നും ശരിയാവോ? നന്നാക്കട്ടെ. നന്നാക്കാൻ പോവാ സാർ. സാർ, അതെന്താ ഇപ്പൊ പോയ കേസ്? പ്രേമം, മുടിഞ്ഞ പ്രേമം. ചെറുക്ക മുസ്ലിമും പിന്നെ ഷെഡ്യൂൾ കാസ്റ്റ്. സാറിന് ആ ചെക്കനെ മനസ്സിലായോ? നമ്മളെ ഗലീലിന്റെ അഞ്ചനാ. ഏത് ഗലീല്? പ്ലാസ ഗലീലിന്റെ. എന്താടോ? ചെക്കന്റെ ബാപ്പ വലിയ പള്ളി മാലിന്യ കമ്മിറ്റീന്റെ സെക്രട്ടറിയാ. എല്ലാ കുടുംബത്തിലും ഉണ്ടാകില്ല സാർ ഇതുപോലെ ഒരു പുഴുത്തം കെട്ട്. സാർ ഇതൊന്ന് വേണ്ട രീതി കൈകാര്യം ചെയ്തല്ലോ. വേണ്ടപ്പെട്ട കുടുംബം ഞാൻ വേണ്ട മാതിരി കണ്ടോളാം. ശരി. നാട് മുഴുവനും ടവർ. അന്ന് ടോന് മാത്രം റേഞ്ച് ഇല്ല. ദേവോ, മുട്ടപ്പത്തിയൊക്കെ റെഡിയല്ലേ? ആ, ഇപ്പൊ എടുക്ക സാറേ. എന്നാൽ ആദ്യം 3-1 വെള്ളച്ചായ. ആ, ഓന് വെള്ളച്ചായ. അത് മറന്നു. ഇപ്പൊ കൊണ്ട് കുടിച്ചു. ആ ജുബൈലേ, ഞാനെന്നെ വിളിച്ചതേ ഈ പ്ലാസ ഗലിയിൽ നമ്പർ പെട്ടെന്ന് ഒന്നും SMS അർജന്റാണേ.
ഞാൻ കുറെ നേരം എന്നെ വിളിക്കണം. അയ്യോ എന്തായി? എന്താ പ്രശ്നം? ആ സുമംഗലിന്റെ ബൈക്ക് ഓണർ വന്നിട്ടുണ്ട്. സുമംഗലാറ? ആ ബംഗാളി പയ്യൻ. ആ താനൊരു കാര്യം ചെയ്യും, ആ വിശാലിനോടും കേട്ടിനോടും ഇങ്ങോട്ട് പറയാൻ. എത്ര തവണ വിളിക്കണോട്? 12:30 ആകുമ്പോൾ ആ ചമ്പ്രോട്ടത്ത്. ആ പൈസ ചെയ്യാൻ വന്നിട്ട് വരാം. ഇരിക്കും സാർ. ബൈക്കിൻ്റെ ഓണറാണ് സാർ. ഇവിടെ തന്നെ പൂട്ടാനുള്ള വകുപ്പുണ്ട്. ലൈസൻസ് ഇല്ലാത്ത ആൾക്കാരോട് വണ്ടിയും കൊടുത്ത് വിടുന്നത്? സാറേ ഞാനാർക്കും വണ്ടി കൊടുത്തിട്ടില്ല. പിന്നെ ഇവൻ എന്റെ വീട്ടിൽ നിന്ന് ഒന്നും എടുത്തോണ്ട് വന്നോ സാറേ. ഭാര്യ വിളിച്ച് പറഞ്ഞപ്പോഴാണ് സാറേ ഞാൻ സംഭവം അറിയണത്. सारे झूठ बोल रहे हैं. उसका बीवी ने मुझे बैग दिया है सीमेंट लेने के लिए. झूठ बोल रहे हैं. തന്റെ ഭാര്യ കൊടുത്താണെന്ന് പറയണു സിമെന്റ് വാങ്ങാൻ. ഭാര്യ? സാറേ വീട്ടിൽ ഇഷ്ടം പോലെ സിമെന്റ് ഇരിക്കണം, ചാക്കണക്കെ ഇരിക്കണം. ഇവൻ നോണ പറയാണ് സാറേ. ഇവന്റെ പേരിൽ വണ്ടി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. ഈ ഒരു കാര്യം ചെയ്യ്, 2000 ഉറുപ്പിക ചെക്കന്മാർക്ക് കൊടുത്ത് ഇതങ്ങോട്ട് തീർത്താളാ. എന്തേ? അത് മതി. 2000 രൂപയുടെ കേസുള്ളൂ, അതങ്ങോട്ട് കൊടുത്തത് സോൾവ് ചെയ്യും. അതന്നെ സാർ. 2000 രൂപ 10 ഉറുപ്പിക പോലും എൻ്റെ അടുത്തില്ല സാറേ. पैसे देने से छोड़ देगा क्या? പൈസ എടുക്ക്. 600 रुपया സാർ. ഇത് 600 രൂപയുള്ളൂ. ये बस 600 रुपये है. 2000. मेरा बस नहीं है ना और पैसे. 2000. तो एक काम करो ना, दोस्त लोग है, फोन करो, पैसा दो, निकलो यहाँ से. हेलो जल्दी आप पैसा ले. एडो वांगी विളിക്കി. हेलो तुम्हारा फ्रेंड पुलिस स्टेशन में. हाँ पैसा मनी 1400 रुपये. 2000 रुपये. 2000 रुपये ब्रिंग अर्जेंटली ब्रिंग. मैं जाके लेके आऊँ. ഓക്കെ, അപ്പോൾ കേട്ടി തൽക്കാലത്തേക്ക് കേസ് സോൾവ് ആയി. ഇവൻ്റെ കൂട്ടുകാരൻ പൈസ കൊണ്ടുവരും. അതുപോലെ പ്രശ്നമല്ല, ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. ആ അപ്പോൾ ശരി. പൈസ കൊണ്ടുവരല്ലോ. ഓ മഹാറാം പരിയടാ. झूठ बोल रहे हैं. സന്തോഷമായില്ല മോനെ. അപ്പോൾ വിശാല ഒരു കാര്യം ചെയ്യും, ഇവന്റെ കൂട്ടുകാർ വന്ന് മുഴുവൻ പൈസ തരാണ്ട് ഇവനെ പുറത്തേക്ക് വിടണ്ട. ഇവൻ ഇവിടെ ഇരിക്കട്ടെ. सारे झूठ बोल रहे हैं. मैं बैग चोरी नहीं किया सर. निकल नहीं किया. ये लोग मुझे फंसा रहे हैं. എന്താടോ? ശക്തിയും വിചാരിക്കേണ്ട, മരിക്കേണ്ടി വന്നാലും സമ്മർദ്ദത്തിന് കഴിയില്ല. അത് വളരെ വ്യക്തമായി പറയാം. എന്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകര് ഹലോ. എനിക്ക് പേടിയാവുന്നുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട. പോലീസുകാരിങ്ങനെയാ, മനസ്സിലായോ? നമ്മളെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. മറ്റേ അതെ, രണ്ടുപേരും വർത്താനം പറഞ്ഞു നിൽക്കാതെ അവിടെ SI വിളിക്കുന്നുണ്ട്. എന്താ തീരുമാനം? ഒരുമിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനം. പക്ഷെ അതിന് സാർ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ തരണം. നിന്റെയൊക്കെ കുത്തിക്കഴപ്പിന് കാവലിരിക്കുന്ന ആളുകളല്ല പോലീസ്. നമ്മുടെ നാടി ഞാൻ വീട്ടുകാരായിട്ട് സംസാരിക്കാം. എന്തിന് സാർ വീട്ടിലേക്ക് വിളിക്കല്ലേ സാറേ? വീട്ടിൽ പ്രശ്നമുണ്ടല്ലോ സാർ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇതാരാ തീരുമാനിക്കുന്നത്? നീയാണോ ഞാനാണോ? നീയാണോ തീരുമാനിക്കുന്നത്? അല്ല സാർ, അത് ഹലോ, വീട്ടിലേക്ക് വിളിച്ച അജ്ഞാത ജഡമല്ലേ? അത് തള്ളി വിടോ, അതൊഴുകി അടുത്ത സ്റ്റേഷന്റെ പരിധിയിലേക്ക് പോയിക്കോളും. ഇങ്ങനെ എല്ലാത്തിനും എന്നെ വിളിച്ച് ചോദിക്കണമെന്നില്ല. പോലീസിന് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് വേണം. അല്ലാണ്ട് വരുന്നവർക്കും പോകുന്നവർക്കും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ല. നിന്റെ വീട്ടുകാരൊക്കെ ഉണ്ട്? ഡയലേ നമ്പർ ഡയലേ. അല്ല സാർ, നമ്പർ ഡയലേ ചെയ്യടി.
പൊന്നാനി പോലീസ് സ്റ്റേഷൻ SI ആണ്. നിങ്ങളെ മോൾ എവിടെയുണ്ട്? ചെറിയ പ്രശ്നത്തിലാണ്. ഇപ്പൊ തന്നെ വാ. അച്ഛൻ്റെ പേര് ഷൺമുഖൻ. അമ്മ ഒരു മിനിറ്റ്. ഇല്ല, ഞാൻ പോലീസ് സ്റ്റേഷനിലാ. ഇന്നിവിടെ കുറച്ച് പണിയുണ്ട്. ഉച്ചയ്ക്ക് മീനൊന്നും കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിയൂല. നിങ്ങൾ എന്താ വെച്ചാൽ വാങ്ങിയിട്ട് കൂട്ടാൻ പറ്റുള്ളൂ. ശരി മാ. ശരി, സിയെ കണ്ടാൽ മതി. हेलो जल्दी आ, मैं कितना टाइम से उठ कर रहा हूँ इधर और कितना उठ करेगा जल्दी आ. അല്ല സാർ എവിടെയാ പണി? ചോദിച്ചറിയാണ്ടെന്നുണ്ട്. सर मैं जाके पैसा लेके आऊँ. No. 2000 rupees depositing here and going. Go. Sit. मैं लेके आया था. Right. എന്താ സാറേ ചോദിച്ചറിയാനുള്ളത്? വാ നടക്ക്. ബുട്ട എന്തിനാ സാറേ വരാൻ പറഞ്ഞത്? എനിക്ക് ഷിയാബിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. എന്താ സാറേ? നമ്മുടെ ഈ സ്റ്റേഷൻ വളപ്പിലെ ബൈക്ക് ഉണ്ടല്ലോ, അതിൻ്റെ എൻജിൻ ഊരിയോ ഷിയാബ്? അതാണ് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല. മോഹൻ സാർ പറഞ്ഞ് വണ്ടി ലാലത്തിൽ പിടിച്ചിരിക്കണെന്ന്. അതിൻ്റെ എൻജിൻ ഊരിയിട്ട് മൂപ്പരെ കോട്ടേഴ്സ് കൊണ്ടുവെക്കാൻ പറഞ്ഞ് ഞാൻ ആ ഊരി കൊണ്ടുപോകുമ്പോൾ അനിൽ സാറും നമ്മളെ റഷീദ് സാറൊക്കെ കണ്ടിരുന്നു. ആണോ? പക്ഷെ മോഹനം പറഞ്ഞത് നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണല്ലോ. അല്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാറേ? എൻ്റെ ഉമ്മാണ് സത്യം, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഊരിയതല്ല. അതല്ലേ? വേണമെങ്കിൽ സാറ് മോഹൻ സാറിനോട് ചോദിച്ചു നോക്കി. സത്യം മൂപ്പർക്കറിയാം. എന്താ സാറേ നീ പറയണല്ലത്? കാര്യങ്ങൾ ഇങ്ങനെയാണോ? സത്യമായിട്ട് ഞാനല്ല സാറേ. സാർ CI സാർ ഇവനെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഷിയാബ് അവിടെ ചെന്ന് കാണാഗുണ പറയാൻ നിൽക്കരുത്. നീ കാര്യം കൂടെ സമ്മതിച്ചു. വലിയ ചാർജ് ഈടാക്കില്ല, കേസും തള്ളിപ്പോവും. അതുപോലെ എന്നെ കൊണ്ട് കഴിയൂല സാറ്, ഞാൻ സത്യം പറയും. ഇവളെ CID ഓഫീസിൽ കൊണ്ടുപോകും. എനക്കെന്താടാ ചെറുമിപ്പണായിട്ട് മനുഷ്യൻ അന്തസ്സായിട്ട് നടക്കാൻ പറ്റാണ്ടായിക്കണ്. ഇജ്ജി കുടുംബത്തിന് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി കുടുംബത്തിന്റെ മാനം കൂടി കളയാനാ എൻ്റെ പുറപ്പാട്. ഓൻക്കെന്താ ഉണ്ടാക്കി വെച്ച് തിന്നണം പോണോ? കലീലേ ജിമുണ്ടല്ലേ? ഇർഫോ, ഈ കലീല് പറയുന്നതിൽ എന്തെങ്കിലും കാര്യണ്ടാ? അനക്ക് ഓളായിട്ട് എന്താ ബന്ധം? ഒന്നുമില്ല അമ്മ, ഞാൻ കാരണം അവളുടെ ഒരു പ്രോജക്റ്റ് മുടങ്ങിപ്പോയി. അത് തീർത്തു കൊടുക്കാൻ വേണ്ടി അവളുടെ കൂടെ ഒന്ന് പോയി സഹായിച്ചു കൊടുത്ത്. അല്ലാണ്ട് ഓ ഈ വലിയ പരസായ അല്ലടാ, അന്റെ കെട്ടും മട്ടും കണ്ടില്ലല്ലടാ പല തറവാടുന്ന സഹായം കിട്ടിയേ. ജെ പ്ലാസാക്കലിന്റെ അഞ്ചനായിട്ടാ. എന്നാ പ്ലാസാക്കലിൽ ഒരു കാര്യം കേട്ടോളി, എനിക്കോളെ ഇഷ്ടമാണ്, ഞാൻ ഓളെ തന്നെ എനിക്ക് ആഴിക്കോളൂ കേട്ടാ. മഹലിൽ നിന്നാണെങ്കിൽ ആദ്യം എന്റെ പേരെന്താവണം, എന്നാലും ഈ താനമാനങ്ങളൊക്കെ എന്നോട് നിൽക്കുള്ളൂ. ഓനിക്ക് പച്ച വെള്ളം കൊടുത്തു പോരുത്. മനസ്സിന്റെ മാനം കളയാനായിട്ട് സമാധാനായില്ലപ്പോ? ആദ്യം ഇർഫാൻ പറഞ്ഞപ്പോൾ തോന്നിയത് ഓൻ്റെ രസത്തിന് പറഞ്ഞാന്നാ. പക്ഷെ ഒരാഴ്ചത്തെ ഞങ്ങളുടെ യാത്രക്കിടെ എനിക്ക് മനസ്സിലായിരുന്നു ഇർഫാൻ മറ്റുള്ളവരെ പോലെ അല്ലാന്ന്. അതുകൊണ്ട് തന്നെയാ ജാതിയും മതവും ഒന്നും നോക്കാതെ ഓൻ്റെ കൂടെ പോവാൻ തീരുമാനിച്ചു. പക്ഷെ ഇപ്പൊ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോണ പോലെ. നിങ്ങൾ ടെൻഷൻ ആവാതെ, ഞാനൊരു കാര്യം പറയാം. ഇർഫാൻ ഇപ്പോൾ തൽക്കാലം വീട്ടുകാരോടൊപ്പം പോകും. അനന്തയെ നമുക്ക് സേഫ് സ്ഥലത്തേക്ക് മാറ്റാം. എന്നിട്ട് കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായൊരു വിധി മേടിക്കാം. ശരി. എനിക്ക് എന്റെ പേരെ പോകണം. എന്നെ എത്ര പെട്ടെന്ന് വിട്ടാൽ മതി. എന്നെ കൊണ്ട് കുറ്റാറ്റെടുക്കാൻ കഴിയൂല സാറേ. ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. നിങ്ങളെല്ലാവരും കൂടെ എന്നെ കൊണ്ട് നിർബന്ധിച്ച് സമയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ മൈസൂരിന്റെ മുന്നിലാണ് തുറന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു പറഞ്ഞില്ല സാർ. ഇതുവരെ നീ കണ്ട പോലീസിനല്ല ഷിഹാബെ നീ കാണാൻ പോകുന്നു. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ.
വിശാല മനസ്സിലാവും. ഇവളെ മതം മാറ്റും. നിനക്ക് പ്രേമിക്കാൻ വേറെ പെണ്ണുങ്ങളൊന്നും കിട്ടിയില്ലേ? ഇനി സമയങ്ങൾ വേണ്ട. കടലാസിലൊക്കെ ഒപ്പിടിച്ച് അവനെ വേഗം കോടതിയിൽ ഹാജരാക്കാൻ നോക്കി. ശരി ശരി. ആ ഇതേ ഇതിൻ്റെ വിളിക്ക് കേട്ടോ. എൻ്റെ പേഴ്സണൽ നമ്പർ അറിയില്ലേ? ഞാൻ സെയ്ത് ബാബത്തങ്ങള് സാഹിബിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചില്ലേ? ആ ഇരിക്കി ഇരിക്കി. എന്ത് പോലാണ്ട എൻ്റെ എനിക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്ന നമ്മളെ കാര്യം വിട്. ചിമ്മച്ചിൻ്റെ കാര്യം ആലോചിക്കണ. ഏതാണ്ടോള് ഇതാണ്. എനിക്ക് വേറെ ആരും കിട്ടിയില്ല. ഇർഫോ ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയട്ടെ. ഇങ്ങോട്ട് വാ പറയട്ടെ. ഇവിടെ പറയാൻ പറ്റില്ല. എനിക്ക് ഇവിടെ മാത്രം കിട്ടുള്ളൂ. ആ കിട്ടിയോളൂ, ഇവിടെ മാത്രം കിട്ടിയോളൂ. എന്ത് അങ്ങനെ അണിച്ചാ എനിക്ക് സെയ്ദിക്കാന്റെ അമ്മേന്റെ മോളില്ലേ നിങ്ങൾ കെട്ടിക്കോ. ഇർഫൻ ഞാൻ പറയുന്ന കേക്ക് വെച്ച് നോക്കുമ്പോൾ എന്ത് നല്ലതാ. ആയിക്കോട്ടെ. എന്താണ് ഇർഫൻ ഞാനൊന്ന് പറയുന്ന കേക്ക്? എന്ത് പറയാനാ നിങ്ങൾക്ക്? കുറച്ചു വരുമ്പോ വന്നല്ലോ ഇക്കാന്ന് പറഞ്ഞോളാം. ഇർഫൻ ഞാൻ പറയണേ. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അനുവദിച്ചൊരു സമയം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇനി അവരുടെ പാടായി. ഇവര് തമ്മിലിപ്പോൾ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. ബാക്കി സാറ് വേണ്ട പോലെ ചെയ്തു കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുട്ടികളെ മാക്സിമം പേടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ പണി കഴിഞ്ഞു. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ നോക്കിക്കോ. ഓൻ്റെ താത്ത സെലീന. അല്ല ഞാൻ തിന്നൽ കുടിക്കലില്ല. സംഗതി ഓൻ ജൻസനൊക്കെ തന്നെ. പക്ഷെ ഓനിക്ക് ഭ്രാന്താണ്. കുറേ കാലം ആൽബൈനി അതിൻ്റെ പിന്നെ ആലങ്ങനെ പോവുക. ആ കഴിഞ്ഞപ്പോൾ വണ്ടി ഭ്രാന്ത്. ഇപ്പച്ചാണ് അല്ലാണേര് മോളെ. ഓൻ്റെ താത്ത ആയതുകൊണ്ട് പറയാം, ഓനിങ്ങനെ മാറിക്കൊണ്ടിക്കോ. തടി കഴിച്ചിലാക്കി കള. അല്ലച്ച് ബേജാറാണ്ടട്ടാ. ഇനി സമയമുണ്ട്. ഒന്നും ബേജാറാണ്. ഇർഫോ മാമൻ പറഞ്ഞ് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി ജി. ഇരിക്കി. എന്തെന്നാ പേര്? അനിത. അനിത. ഓനോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാ. ഉഷാറാവും മോനെ. സെലീന ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞ കാര്യം അവനോട് പറയണ്ട കേട്ടോ. ഭ്രാന്തന. അസ്രാൻ കൊടുത്തില്ലേ? അല്ല നിങ്ങളിപ്പോ പള്ളിയിലേക്ക് പോണ്? കഴിഞ്ഞു. പ്രായത്തിൻ്റെ പക്വത നീ കാണിക്കണം. ആ ചെക്കന് നിന്നോട് പ്രേമൊന്നുമില്ല. അവരുടെ മതത്തിലെ ആളെ കൂട്ടണം. അതിന് നമ്മുടെ മതത്തിലെ താഴ്ന്ന ജാതിക്കാരാണ് ആവശ്യം. അതിനവർക്ക് വിദേശത്ത് നിന്ന് ഫണ്ടും വരുന്നുണ്ട്. ഗണേഷ് പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? നീ ഞങ്ങളുടെ കൂടെ വാ. നിന്റെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. എന്ത് തീരുമാനം?
നിന്റെ തരത്തിനും പ്രായത്തിനും പറ്റിയ ഒരാളെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന്. ഓ, അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഒരാളെ ഏട്ടൻ കണ്ടുവച്ചിക്കണല്ലേ? ഞാനും കുറെ ആൾക്കാരെ കണ്ടതാ. അവർക്കൊക്കെ ആവശ്യം മറ്റു ചെറുതാ. അങ്ങനെയല്ലാത്ത ഒരാൾ കണ്ടത് ഇർഫാനില്ല. നിന്റെ അഴിഞ്ഞാട്ടത്തിനെ സമ്മതിക്കില്ല. അതിന് ചന്ദ്ര ചാവണം. ഞാൻ ഇർഫാനെ വിട്ടിട്ട് വരില്ല. ഞാൻ ഓന്റെ കൂടെ തന്നെ ജീവിക്കും. ഇത്രയും കാലം ഏട്ടൻ തീരുമാനിച്ചില്ലേ? ഇതെന്റെ തീരുമാനം. ആരാണെന്ന് എനിക്കറിയാടാ. ഗണേഷി ഇയാൾ പിടിച്ച് പുറത്തോട്ടോ. ഗണേഷി വരാൻ ഇങ്ങോട്ട് വാ. ഇവിടെ പാടും. എനിക്കിനിങ്ങനെ പെങ്ങളില്ല, നിന്റെ ആയിട്ടൊരു ബന്ധുല്ല. അവർക്ക് ഇനി പോലീസ് കുറച്ചുകൂടെ മനസ്സിലാക്കി കൊടുക്കും. ഞാനിങ്ങോട്ട് വന്നേ. ഗണേഷി ഇയാളെ കൊണ്ടുപോ. കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ ഇങ്ങോട്ട് വാ. പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് നടക്കുന്നതാരാ? മണിയർവാതിലെന്തിനപ്പോ പോലീസുകാരൻ പൊട്ടിയത്? ഇനി തുളക്കിടന്ന് എന്തൊക്കെയാണ് ഒപ്പിക്കണാവും. നമ്മളിനിപ്പോ എന്താ ചെയ്യാ? ഞാൻ കൂടെ എന്താ? ഒന്നുമില്ല, ഞാൻ വെളോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ. എന്താ കാര്യം? ഇങ്ങോട്ടോക്കിക്ക, നിങ്ങൾ രണ്ടാളും കടുമ്പെടുത്തൊന്നും ഒഴിവാക്കണം. അന്നവൻ തന്നെ കിട്ടൂ. ബച്ചനോട് പലരും കാര്യങ്ങൾ പറയുന്നുണ്ട്. മൂപ്പര് സമ്മതിക്കൂ? അനക്കോ വന്നോ ഒപ്പാൻ വയ്ക്കുന്നു? ചെന്നും മുണ്ടാണ്ട് നിൽക്കുഫോ. ചെന്തിട്ടാ പറയണത്? എൻ്റെ കയ്യിൽ എന്തുണ്ട്? അനക്ക് ഉപ്പാനോട് കാക്കാനോട് എതിർക്കാനുള്ള ഉസിരുണ്ട. അവിടിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കും. അല്ല പിന്നെ ഇങ്ങോട്ടത് ചിലപ്പോ ഒന്നും അത് മാറേണ്ടി വരും. കുഴപ്പമില്ലല്ലോ. ഉണ്ടാ പള്ളി കഴിഞ്ഞ് ഇവിടെ എത്തണ വരെ ബാപ്പാനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിക്കണം. മൂപ്പർക്കെല്ലാം മനസ്സിലായിട്ടുമുണ്ട്. ഞമ്മളൊപ്പം ഞാൻ കൊടുക്കാം. എന്നാ ഉമ്മച്ചാ എന്താ എന്നോട് പറയാനുണ്ടെന്ന്? ഉമ്മച്ചിന്റെ കുട്ടി മാമ പറയണ പോലെ കേക്ക്. എനിക്കൊരു പേടിയും പേടിക്കണ്ട. പാപ്പ എല്ലാം സമ്മതിച്ചേക്കണ കേക്കണ്ട. കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് താണ്ടിലെത്തിയിട്ടുണ്ട്. ഓളെ അനക്ക് കെട്ടിച്ചേരും. മറ്റോട്ടിട്ട് പോരെ. ഓളോട് കാര്യങ്ങളൊക്കെ കേട്ടി പറയും. മോനെ, ഇപ്പം നമ്മളോളെ പുറത്തൊരു സ്ഥലത്ത് കൊണ്ടാക്കണ ബുദ്ധിയല്ല. അവിടെ ഓളെ ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കും. നമുക്കോളെ റെസ്ക്യൂ ഹോമിലാക്കാം. അവിടെ ആകുമ്പോൾ പോലീസുകാരൊരു നോട്ടം ഉണ്ടാകും. പക്ഷെ അനിത പോലീസുകാരോട് പറയണം, ഞാൻ വീട്ടിൽ പോവില്ല, റെസ്ക്യൂ ഹോമിലേക്കേ പോകുന്നു. നാളെ ഇപ്പം ഞായറാഴ്ചയല്ലേ, തിങ്കളാഴ്ച നമുക്ക് കാര്യങ്ങളൊക്കെ അവിടെ തീരുമാനിക്കാം. ഇനിയൊരു തീരുമാനം പറയണ്ട ഇജ്ജ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അനിതേനെ പറയല്ലേ മാമന് വിശ്വാസമില്ല? വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല മാമ. ഇനിയിപ്പോൾ പോലീസുകാർ ഒന്നുമില്ല. നീ അവളോട് കാര്യം പറയ്. കേട്ടി? ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ. ശരിയോ? അല്ലേ നീ ഇന്ന് റെസ്ക്യൂമിൽ പോണല്ലേ നല്ലത് അല്ലേ? അതാകുമ്പോൾ സേഫ് ആയിരിക്കുമല്ലോ.
നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയും ഇർഫാനെ. അവൾക്ക് പറ്റൂടോ? ഇല്ലേ? ഇങ്ങോട്ടോക്ക്. നീ ഇപ്പോൾ ഒരക്കെ എന്നെ തീർത്താലും ഞാൻ വരും. അബു കാര്യമൊക്കെ പറഞ്ഞില്ലേ? എൻ്റെ ഉമ്മക്കാരെയാണ് എൻ്റെ കാര്യം പറഞ്ഞിട്ട്. ഞാൻ സെലീനും പോവാണ്. ഇജ്ജ് കലീലിനോട് ബാ, ബാക്കിയൊക്കെ പെരേപ്പി പറയാ. പോണ്ടല്ലേ? പോണ്ട, ഞാൻ വാപ്പാനോട് പറയാം. എല്ലാം ശരിയാവും. ചെല്ല്, നീ പോ. ഞാൻ വരും. അപ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ പോയി. ഇനി നിൻ്റെ പരിപാടി എന്താണ്? നേരെ തന്നെ ചന്ദ്രനെ വിളിച്ചിട്ട് ഇവിടെ വീട്ടിലേക്ക് വിടാനുള്ള കാര്യങ്ങൾ വേണ്ട സർ, ഞാൻ വീട്ടിലേക്ക് പോകണില്ല. വീട്ടിലേക്ക് പോകുന്നില്ലേ? പിന്നെ അങ്ങോട്ട് പോകാനാ? ഞാൻ റെസ്ക്യൂ ഹോമിലേക്ക് പോയിക്കോളാം. നീ എവിടെ പോകണം പോകണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്, പോലീസാണ്, നീയല്ല. നീ റെസ്ക്യൂ ഹോമിലേക്ക് പോകുന്നില്ല. എടോ, താൻ ചന്ദ്രനെ വിളിക്ക്, ഇവിടെ വീട്ടിലേക്ക് പറഞ്ഞേക്ക്. അവിടെ ഇരിക്കും. ഹലോ ഇർഫാൻ, കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല കേട്ടോ. ഇവരെന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിയാണ്. വേണ്ട വേണ്ട, വീട്ടിലേക്ക് പോകണ്ട. ആ പോലീസുകാരങ്ങനെ പലതും പറയും. ഞാനിത് പോരാ, ടെൻഷനാവണ്ട. ഞങ്ങളുടെ വണ്ടി ഇരിക്കുന്നു, വണ്ടി ഇരിക്കുന്നു. അങ്ങോട്ട് അവളെ പെരയെ കൊണ്ടുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞു പെരക്കല്ലോടെ പോണ്ട്. അങ്ങനെയല്ലല്ലോ നമ്മൾ പറഞ്ഞു. ആ തീരുമാനം വലുത് മാറും. എൻ്റെ പ്രാന്തത്ത് പിടിക്കലാണോ നമ്മളെ പണി? മര്യാദക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോ? വണ്ടി നിർത്തിക്കാ, ഇരിക്കാൻ പറ്റില്ല. ഇപ്പോൾ അല്ലേ ഫോൺ പിടി, ഫോൺ ചായക്കാം. എടുത്തോ. അത് നടക്കില്ല സാറേ. അവളുടെ പേര് പറഞ്ഞ് ഞാൻ അവനെ വിളിക്കേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അവളിവിടെ നിൽക്കുന്നത് നമുക്കും തലവേനയാ. അവളെ റെസ്ക്യൂ ഹോമിലേക്ക് കൊണ്ടുപോകാൻ പറ.